ഇന്ന് പൊതുവേ ഹലോ അസ്സലാമു അലൈക്കും, ഹക്കീം പഴയന്നൂരാണ്. ഇന്ന് പൊതുവെ പൊതുസമൂഹത്തിൽ ഈ ഫേസ്ബുക്കിലൂടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഇന്ന് പൊതുസമൂഹം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വലിയ പുണ്യപ്രവർത്തനം, ഒരു നന്മ പ്രവർത്തനം. അല്ലാതെ ഈ ലോകത്ത് ആരും ഒരു നന്മയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഇന്നലെ ശ്രീമാൻ ഫിറോസ് കുന്നംപറമ്പിൽ ലൈവിൽ വന്നുകൊണ്ട് പറഞ്ഞ ശുദ്ധ നുണകൾ നിങ്ങളുടെ മുമ്പിൽ അത് തുറന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. വളരെ ശാന്തതയോടുകൂടി ഒരു ചുമന്ന ബനിയനും ഇട്ടുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ കെട്ടി അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിലെ ലൈവ് റൂമിൽ ഒരു 2 കർട്ടൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇന്നലെ വന്നൊരു ലൈവ് ഉണ്ട്. അപ്പോൾ ആ ലൈവ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൽ ഹക്കീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു രോഗി അസുഖമായി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രോഗിയെ വലിയ ഹാമർ എടുത്ത് കൊണ്ടുപോയിട്ട് തലക്കടിച്ച് കൊല്ലും. അതാണ് ഇന്നലെ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞതിൻ്റെ വേറൊരു അർത്ഥം. അതായത് അത്രയ്ക്കും നീചനാണ്. അതായത് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യപ്പെട്ട് അവരുടെ മാതാപിതാക്കൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ചികിത്സ ഉണ്ട് എന്ന് ഫിറോസ് കുന്നംപറമ്പിൽ ലൈവ് ഇട്ടപ്പോൾ ഹക്കീം പഴയന്നൂർ വന്ന് പറയുകയും അതിനുശേഷവും അതിലേക്ക് ഫിറോസ് കുന്നംപറമ്പിലിനോടുള്ള ആരാധനയും വിശ്വാസവും മൂത്തുകൊണ്ട് ജനങ്ങൾ 28 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഹക്കീം പഴയന്നൂർ എന്ന് പറഞ്ഞ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് കുന്നംപറമ്പിലിന്റെ നന്മയെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ഫേസ്ബുക്ക് പേജൊക്കെ വരുന്നതിന് മുമ്പ് നന്മകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ നാട്ടുകാരും ഈ കേരള സമൂഹവും. ഇത് ഈ ഫിറോസ് കുന്നംപറമ്പിലിനെ പോലെയുള്ള ആള് അയാളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആ ഫേസ്ബുക്ക് പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം വന്നതോടുകൂടി ഇവിടെ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഇന്ന് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയോ എന്തെങ്കിലും ഒരു ചികിത്സയോ പ്രശ്നങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും പാടെ ഒരു കമ്മിറ്റി കൂടി ബസ്സിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കടകളിലാണെങ്കിലും കയറി പിരിച്ച് ആ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ഇന്ന് നാണക്കേടാണ്. ഇന്ന് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർക്കൊക്കെ ഇന്ന് നാണക്കേടാണ് ഈ ഒരു കാര്യം പുറത്തു പറയാൻ. കാരണം ചാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ കക്കുക, എന്ന് കൈയിട്ട് വാരുക എന്നുള്ള രീതിയിലേക്ക് ചാരിറ്റി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഇതായിരുന്നു ലൈവ്. സമയത്ത് പോലും ആ കുഞ്ഞിന്റെ വീഡിയോ കണ്ടപ്പോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുട്ടിക്ക് 28 ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ ലിവർ മാറ്റിവെക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ നൽകിയത്. ഒരുപാട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാട്സപ്പിൽ 100 രൂപ ചലഞ്ചെന്നും അതുകൂടാതെ ആ നാട്ടിലെ നന്മ നിറഞ്ഞ, അതായത് അവിടുത്തെ MLA അടക്കമുള്ള ആൾക്കാർ കൂടിക്കൊണ്ട് ആ നാട്ടിൽ സമഗ്രമായി പല രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പലരെയും ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി ആ അക്കൗണ്ടിൽ 10-12 ലക്ഷം രൂപ, അല്ലെങ്കിൽ എനിക്ക് എക്സാക്റ്റ് എമൗണ്ട് അറിയില്ല, ഒരു നല്ലൊരു എമൗണ്ട് ആ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സഹോദരൻ, ഈ ഫിറോസ് എന്ന് പറഞ്ഞ ചാരിറ്റി ഫ്രോഡ് അവിടെ പോയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതും അതിലേക്ക് ഫണ്ട് വരുത്തുന്നതും. അൽഹംദുലില്ലാ, ഫണ്ട് വരണം, ഫണ്ട് വന്ന് ആൾക്കാർക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കണം. ഞാൻ അതിനൊന്നും എതിരല്ല. ഫിറോസ് കുന്നംപറമ്പിലിന്റെ ചാരിറ്റി തട്ടിപ്പ് കണ്ടിട്ടാണ് ഞാൻ ഫേസ്ബുക്കിലെ അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നതും ഫിറോസിന്റെ സുഹൃത്തുക്കളെയൊക്കെ എൻ്റെ സുഹൃത്തുക്കളാക്കി കൂട്ടുന്നതും പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുന്നതും അതിൽ ഫിറോസിന്റെ സുഹൃത്തുക്കളെ മൊത്തം ആഡ് ചെയ്യുന്നതും ഫിറോസ് കുന്നംപറമ്പിലുമായി ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതും ഫിറോസ് കുന്നംപറമ്പിലിനെ പുകഴ്ത്തിക്കൊണ്ട് ലൈവ് ചെയ്യുന്നതും എൻ്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ ഫിറോസ് കുന്നംപറമ്പിലിനെ കൊണ്ടുവരുന്നതും അങ്ങനെ 50,000-ൽ കൂടുതൽ ഫോളോവേഴ്സ് ആയപ്പോൾ ഫിറോസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാനും ഒക്കെ തുടങ്ങിയതാണ് ഞാൻ. അല്ലാതെ ഞാനൊരിക്കലും ഇന്ന് വരെ ചാരിറ്റിക്ക് ഒരു രീതിയിലും എതിർത്ത് സംസാരിക്കുന്ന ആളല്ല. അപ്പോ ഈ സഹോദരന് ഫണ്ട് വരുന്നതിന് വേണ്ടി തടസ്സം നിന്നെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നന്മ അത് മരിച്ചിട്ടില്ല, അതെന്നും
നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം അത് മനുഷ്യന്റെ ജീവനോട് ചേർന്ന ഒന്നാണ്. വേദനിക്കുന്ന, വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്നവരെക്കാൾ ഫിറോസ് കുന്നംപറമ്പിൽ ഇവിടെ ഇത്രയധികം ശാന്തമായി വളരെ സുന്ദരമായി വാക്കുകൊണ്ട് ഇങ്ങനെ അമ്മാനമാടി സംസാരിക്കുന്നത് ഫിറോസ് തന്നെ പറയുന്നുണ്ട് ഈ ലൈവില്. എൻ്റെ ഫേസ്ബുക്കിലേക്ക് വന്ന പുതിയ കുറേ ഇരകളുണ്ട്, എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടായി വന്നിട്ടുള്ള കുറേ ഇരകളുണ്ട്, അവരെ പറ്റിക്കണം ഇനി. കാരണം അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല. അക്കൗണ്ടിൽ നിന്ന് വന്ന പൈസ അടിച്ചു മാറ്റുന്നതോ അടിയിലൂടെ പൈസ പോയി മേടിക്കുന്നതോ ഇവരുടെ ബിനാമി സ്വത്തുക്കളുടെ വിവരങ്ങളോ ഇവരുടെ ഫ്രണ്ട്സിനും ഇവരുടെ കൂട്ടുകാർക്കും പണിയുന്ന വീടുകളെ കുറിച്ചോ ഇവൻ സമ്പാദിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയെക്കുറിച്ചോ ഒന്നും ഇവന്റെ പുതിയ സുഹൃത്തുക്കൾക്ക് അറിയില്ല. അപ്പൊ ആ നാടകവുമായി വീണ്ടും ഇദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ അവിടെ നിന്ന് ലൈവ് ഇട്ടു, ഇതാ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ഇവിടെ സൗജന്യമായിട്ട് ചികിത്സ വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതെല്ലാവരും കണ്ടതാ. പക്ഷേ ആ ചികിത്സ വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടിക്ക് വേണ്ടി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് അക്കൗണ്ടും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടും വെച്ചിട്ട് ഇദ്ദേഹം പിരിവ് നടത്തി അല്ലേ? ഈ സൗജന്യ ചികിത്സ വാങ്ങിച്ചു കൊടുക്കാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത കുട്ടിക്ക് വേണ്ടി ഇദ്ദേഹം പിരിവ് നടത്തി. എന്നിട്ട് ആ പണം അവർക്ക് കൊടുത്തില്ല. പകരം വീണ്ടും നമ്മുടെ സുശാന്ത് നിലമ്പൂരിനെ കൊണ്ടുവന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യിപ്പിച്ച് 20 ലക്ഷം രൂപയോളം പിരിച്ചു. അതൊക്കെ നിങ്ങൾ കണ്ടതാ. അപ്പൊ പട്ടാമ്പിയിലെ മനോജിന്റെ മകൾ അലങ്കൃത മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ശ്രീമാൻ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന ചാരിറ്റി ഫ്രോഡ് പറയുന്നത്. ഞാൻ ആദ്യമായും അവസാനമായും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരേ ഒരു കേസാണത്. എൻ്റെ അടുത്ത് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഈ അവിടെയുള്ള ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ ഭാവ എന്ന് പറഞ്ഞ വ്യക്തി നമ്മളെടുത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, എനിക്ക് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇത്രയും വലിയൊരു തുക സമാഹരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈവ് ഇടാം, പക്ഷേ ഞാൻ രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെച്ചുകൊണ്ടുള്ള ചാരിറ്റി 2 വർഷമായിട്ട് ഞാൻ നിർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെക്കില്ല, ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പറേ വെക്കുള്ളൂ. രോഗിയുടെ അക്കൗണ്ട് നമ്പർ വെക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ രോഗികൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാറില്ല. കണക്ക് ചോദിക്കാൻ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ തരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പറേ വെക്കുള്ളൂ എന്ന് പറയുകയും ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. വീഡിയോ ചെയ്തതിന് ശേഷമാണ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് അതേ ദിവസം തന്നെ നിങ്ങൾ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ മനോജ് അതേ ദിവസം അഡ്മിറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ ആ കുട്ടിയുടെ പിതാവുമായി ഞാൻ വഴക്കിടുകയും ഉണ്ടായി. അങ്ങനെ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ ആസ്റ്റർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് ക്രൗഡ് ഫണ്ടിങ് എന്നതിന് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് വേറെ ചാരിറ്റി ഓർഗനൈസേഷൻസും ഉണ്ടെന്നും മിലാപ്പ്, കിട്ടു ഇങ്ങനെയുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെന്നും ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു രോഗിയുടെ അടുത്ത് പോയി നിന്ന് ലൈവ് ഇട്ടുകൊണ്ട് അക്കൗണ്ട് നമ്പർ വെച്ച് പിരിക്കുന്നത് അല്ലാതെ തന്നെ പല സംവിധാനങ്ങളിലൂടെ നമുക്ക് പണം സ്വരൂപിക്കാമെന്നും സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പോലെയുള്ള ചാരിറ്റബിൾ ഗവൺമെന്റ് അണ്ടറിലുള്ള ഓർഗനൈസേഷൻസ് ഇതിലേക്ക് സാമൂഹ്യ സുരക്ഷാ വകുപ്പൊക്കെ പണം തരുമെന്നും അറിഞ്ഞത് ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ കുട്ടി ചെന്നതിന് ശേഷമാണ്. ഈ കുട്ടി 3ാമത്തെ ദിവസം മറ്റാണ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോകുന്നത്. ആസ്റ്റർ മെഡിസിറ്റിയിൽ 3ാമത്തെ ദിവസം പോകുമ്പോൾ തന്നെ ഈ ഫസ്റ്റത്തെ ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപയുടെ അടുത്ത് വരികയും ഞങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുകയും ചെയ്തു. കാരണം ഒരു ട്രസ്റ്റിന്റെ അക്കൗണ്ട് ആയതുകൊണ്ട് അതിന് ATGയും അതേപോലെ ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കാരണം കൊണ്ട് ആ അക്കൗണ്ട് ബ്ലോക്കായി കഴിഞ്ഞപ്പോഴാണ് പട്ടാമ്പിയിലുള്ള കൂട്ടായ്മയും അതേപോലെ സുശാന്ത് നിലമ്പൂരും ഞാനും എല്ലാവരും പാടെ കൂടിയിട്ട് അവിടെ ഒരു കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ തുറക്കുകയും 3ാമത്തെ ദിവസം തന്നെ സുശാന്ത് നിലമ്പൂർ വന്നൊരു ലൈവ് ഇടുകയും ചെയ്തത്. അപ്പത്തേന് പട്ടാമ്പിയിലുള്ള MLAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ നിന്ന് 10 ലക്ഷം രൂപ വരികയും മിലാപ്പില് രജിസ്റ്റർ ചെയ്യുകയും തിരുവില്ലാമലയുള്ള മിസ്റ്റർ ഹാരിസ് പറഞ്ഞത് പ്രകാരം മിലാപ്പിലെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെടുകയും അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ലത്തീഫ് സാറുമായി ബന്ധപ്പെടുകയും അങ്ങനെ മിലാപ്പിലൂടെ ഏകദേശം 9 ലക്ഷം രൂപ കളക്ഷൻ ആവുകയും ചെയ്തത്. ഇതൊന്നും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തത്. ഇതൊക്കെ ഈ കള്ളൻ നുണ പറയാണ്.
ഇയാൾക്ക് നുണ പറയാൻ മാത്രമേ അറിയുള്ളൂ. ഇയാൾ വാ തുറക്കുന്നത് നുണ പറയാനാണ്. ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോകൾ ഇട്ടതും? ഇനി എന്റെ സുഹൃത്തുക്കളെ, ഇനി കേൾക്കാനുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ സൗജന്യ ചികിത്സ ഈ പറഞ്ഞ മുഹമ്മദ് നജീബ് എന്ന 12 വയസ്സുള്ള പൊന്നുമോനെ ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച ദിവസം ഞാൻ കോൾ ചെയ്തിരുന്നു. വ്യാഴാഴ്ച ദിവസം ഞാൻ കോൾ ചെയ്തിട്ട് ഇവരുടെ വാപ്പയോടും ഇവരുടെ ഇളയാപ്പോടുമൊക്കെ, ഈ മുഹമ്മദ് നജീബ് എന്ന പൊന്നുമോന്റെ ഇളയാപ്പനോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. ഫിറോസ് കുന്നംപറമ്പിൽ ചെന്ന് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വാട്സപ്പിൽ ഒരു ചലഞ്ച് വന്നിരുന്നു. ആ ചലഞ്ച് എന്താണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. വാട്സപ്പിൽ ഒരു ചലഞ്ച് വന്നിരുന്നു. അതായത് ഇതേ കുട്ടിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് സുമനസ്സുകളുടെ സഹായം തേടുന്നു. സുമനസ്സുകളുടെ സഹായം തേടുന്നു. പട്ടാമ്പി തിരുവേഗപ്പുറ പഞ്ചായത്തിൽ നെടുങ്ങോട്ടൂർ പ്രദേശത്ത് താമസിക്കുന്ന ഉമ്മർ പാങ്കുഴി എന്നിവരുടെ മകൻ മുഹമ്മദ് നജീം 12 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കോള് വന്നിരുന്നു. അതേ കോളിലേക്ക് ഞാൻ വ്യാഴാഴ്ച ദിവസം ഇവർക്ക് വേണ്ടി കോള് ചെയ്തു. 9061430087 അല്ലേ? പട്ടാമ്പിയാണോ സ്ഥലം? പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഫിറോസ് കുന്നംപറമ്പില് വീഡിയോ ഇടുന്നതിന് മുമ്പ് ഈ സഹോദരൻ ഇങ്ങനെ ഒരു ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ കുഞ്ഞനിയന് വേണമെന്ന്, ഈ പൊന്നുമോനായ മുഹമ്മദ് നജീബിന് വേണമെന്ന് അറിഞ്ഞപ്പോ ഞാൻ വിളിച്ചിട്ടുള്ള വോയിസ് കോളാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നിങ്ങളുടെ മകനാണോ? നിങ്ങളുടെ മകനാണോ ഈ അസുഖം? ജ്യേഷ്ഠന്റെ മകനാണല്ലേ? പട്ടാമ്പി ആണല്ലേ? പട്ടാമ്പിയിൽ എവിടെയാണ്? ആണല്ലേ? ഇത് എന്നാണ്, എവിടെയാണ് സർജറിക്ക് വേണ്ടി നിങ്ങള് പോയത്? തുടങ്ങിയോ? സർജറി ആയോ? ഫണ്ടൊക്കെ വന്നോ? സർജറി കഴിഞ്ഞു അല്ലേ? 2 ആഴ്ചയുള്ള അഡ്മിറ്റാ? അഡ്മിറ്റ് ആയിട്ടില്ല അല്ലേ? അഡ്മിറ്റ് ആക്കിയിട്ടില്ല അല്ലേ? ആണോ? ആസ്റ്റർ മെഡിസിറ്റിയില്ല. എത്ര ഫണ്ടൊക്കെ വന്നോ? ഫണ്ടൊക്കെ ക്ലിയർ ആയോ? ഹലോ, അതായത് ഞാനിങ്ങനെ ഒരു ചലഞ്ച് കണ്ടിട്ട് വിളിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം തേടുന്നു. പട്ടാമ്പി തിരുവേഗപ്പുറം പഞ്ചായത്തിൽ നെടുങ്ങോട്ടൂർ പ്രദേശത്ത് താമസിക്കുന്ന ഉമ്മർ പാകുഴി എന്നവരുടെ മകൻ മുഹമ്മദ് നജീം 12 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അപ്പൊ ഇതിൽ ഡേറ്റ് ഒന്നും കാണാനില്ല എന്നാ ഈ പോസ്റ്റ് വന്നെന്നുള്ളത്. അപ്പൊ ഇതിലേക്കുള്ള ഫണ്ട് വന്നോ? എത്ര ലക്ഷം രൂപ വന്നു? അതോ ഇനി ഇതിന് വല്ല പൈസയുടെ ആവശ്യമുണ്ടോ? ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ട്. ഞങ്ങളൊരു 1-2 ലക്ഷം രൂപ തരാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ കാക്ക എത്ര നേരമായിട്ട് ഉത്തരം തന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ എത്ര ലക്ഷം രൂപ വന്നിട്ടുണ്ട്, ഇനി വല്ല പൈസയുടെ ആവശ്യമുണ്ടോ? ഇല്ലേ വേണോ? അത് മാത്രം പറഞ്ഞാൽ മതി. എത്ര ലക്ഷം രൂപ വന്നിട്ടുണ്ട് മൊത്തം? അത് ഇതിൽ വിട്ടോളി. ഗൂഗിൾ പേ അക്കൗണ്ട് നിങ്ങളുടെ ആണല്ലോ, നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എത്ര പൈസ വന്നിട്ടുണ്ടാവുന്നുള്ളത്. 1 ലക്ഷം. പിന്നെ മറ്റേ ഈ എത്ര ലക്ഷം രൂപ പറഞ്ഞ ട്രീറ്റ്മെന്റിന്? നമുക്ക് ചികിത്സ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാല് ഇത് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചാണ്. ഞാൻ പറയണു, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റല്, ഒരു നല്ല ഹോസ്പിറ്റല്, ഒരു ഇന്റർനാഷണൽ ലെവലില് നല്ല സ്റ്റാറിങ്ങും റേറ്റിംഗും ഒക്കെ ഉള്ള ഒരു ആശുപത്രി നിങ്ങൾക്ക് ഈ ചികിത്സ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് ഒന്നാമത് ഇത് സീരിയസ് കേസാണ്. ഇത്
ആ കാരണം അത്രയും സീരിയസ് ആണ്, പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കേസാ. അതെ, ഞാൻ എന്താ പറഞ്ഞത്, എന്റെ പേര് ഹക്കീം പഴയന്നൂർ എന്നാണ്. നമ്മളിങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ വിട്ടേ? ആ നാസർ എന്ന് പറഞ്ഞ ആളെ ഒരു വയസ്സ് വിട്ടുണ്ടായതോ. ഞാൻ എന്താ ചൂടായതിന്? എന്താ ചൂടായി? ഇപ്പൊ ഇതിന് ചൂടായി? എന്താ ഇതിന് മര്യാദ കുറവ് പറ്റിയത്? എന്താ മര്യാദ കുറവ് എന്താ പറ്റി? ഹലോ, മര്യാദ കുറവ് എന്താ കാണിച്ചത്? ഞാൻ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിട്ട് പൈസ തരണോ, ചികിത്സ ഫ്രീ ആയിട്ട് ചെയ്യണോ എന്നുള്ളതിന് എന്താ? നമ്മൾക്ക് എല്ലാരും ഒരേ മാറ്റാണ്. ഞാൻ കുട്ട ഫാദറാണ്. ഞാൻ മൂപ്പരോട് വളരെ മര്യാദയ്ക്കാ സംസാരിച്ചത്. ഞാൻ ആദ്യം മുതൽ സംസാരിച്ചതിന്റെ ഇപ്പൊ വരെയുള്ള കോൾ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അയച്ചു തരാം. മൂപ്പർ എന്നോട് ചോദിക്കുക, ഈ എന്താ മര്യാദ ഇല്ലാണ്ട് സംസാരിക്കണമെന്ന്. ഞാൻ നിങ്ങളെ പൊതുസമൂഹത്തില് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറയുമ്പോ നമ്മൾ അതിൽ ഇടപെടേണ്ടത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. മനസ്സിലായില്ലേ? ഞാന് ചോദിച്ചത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ? ഞാനൊരു കാര്യം പറയട്ടെ, നാളെ എന്റെ കുട്ടിയുടെ ലിവർ ചിലപ്പോ കേടുവരാം. ഞാൻ പറഞ്ഞാന്ന് കേക്കി. എന്റെ മൂത്ത കുട്ടി അസുഖമായിട്ട് എന്റെ മൂത്ത കുട്ടി മരിച്ചതാണ്. ഞാൻ ഒന്ന് പറയണ കേക്കി. ഇതൊക്കെ ഞാനും അനുഭവിച്ചതാണ്. ഈ അസുഖമായിട്ട് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വരാൻ സാധ്യത. ഞങ്ങൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് ഒരു 6 മാസം മുമ്പ് എന്റെ റിസൾട്ട് വരാം. ഞങ്ങൾക്ക് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടോന്ന് അറിയാം. അപ്പൊ ഓരൊക്കെ ഏകദേശം ഇത് പെട്ടെന്ന്. എന്റെ സഹോദര, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വിളിച്ചതല്ല. ഞാൻ ചോദിച്ചത് എന്താ അറിയോ മൂപ്പരോട്? ഈ ഗൂഗിൾ പേ അക്കൗണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളും കൊടുത്തിട്ടില്ലേ, അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഒരു വലിയ ഹോസ്പിറ്റല് ഈ ചികിത്സ ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇനി പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ തൃശ്ശൂർ ടൗണിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് പച്ചക്കറിയോ അല്ലെങ്കിൽ കുറച്ച് പലചരക്ക് സാധനങ്ങളോ ഒരു വലിയ റൂമിൽ കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ജനങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടടോ, ഞങ്ങൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും രക്ഷയില്ല. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വ്യഗ്രതയോടുകൂടി കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഈ പിതാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിയുമ്പോൾ എന്തായാലും ആ മാതാവിന് അല്ലെങ്കിൽ ആ പിതാവിന്, ആ കുടുംബത്തിന്, ആ നാട്ടുകാർക്കൊക്കെ നല്ല വിഷമമുണ്ടാവും. നമ്മൾ ആ വിഷമത്തിൽ പങ്കുചേരണം. അവരുടെ കുട്ടി നമ്മുടെ കുട്ടി കൂടിയാണ്. നമ്മുടെ കുട്ടിക്കുന്നാണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നുകൂടായ്മയില്ല. പക്ഷേ ഈ ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്നത് എന്താണ്? ഫിറോസ് പറയുന്നത് ആ കുട്ടിക്ക് വരേണ്ട ഫണ്ട് അത് മുടക്കാൻ വേണ്ടി ഹക്കീം പഴയന്നൂർ ശ്രമിച്ചു എന്നുള്ളതാണ്. എവിടെയാണ് ഫിറോസെ ഈ ഫണ്ട് വരാൻ ശ്രമിച്ചത്? ഫിറോസെ, അന്നും ഇന്നും നീ ഫണ്ട് അടിച്ചു മാറ്റി പോകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് അടിച്ചു മാറ്റി പോകല്ലേ, കണക്ക് കാണിക്ക് എന്ന് പറഞ്ഞ ഹക്കീം പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇന്ന് നീ താമസിക്കുന്ന ബംഗ്ലാവും നിന്റെ കാറും നിന്റെ ബിനാമി സ്വത്തുക്കളും നീ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നിന്റെ ഡ്രൈവറിന്റെ വീടും നിന്റെ ക്യാമറമാന്റെ വീടും ഇതൊക്കെ നീ ഇങ്ങനെ അടിച്ചു മാറ്റി ഉണ്ടാക്കിയത് തന്നെയാണ്. നിന്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് ജീവിക്കുന്നതെന്ന്. പിന്നെ ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം വരാതിരിക്കാൻ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ചികിത്സ കിട്ടാതിരിക്കാനാണെങ്കിൽ ഫിറോസെ, നീ ഇടപെടുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. അപ്പോ എനിക്കിവിടെ തോന്നുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ്, അതായത് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ്, പിണറായി വിജയൻ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ സർക്കാരിനെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏജന്റായിട്ടാണ് ഫിറോസൊക്കെ വർക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്നോട് ജിദ്ദയിന്നും ദുബൈയിൽ നിന്നൊക്കെ എന്നോട് വിളിച്ച് പറയാറുണ്ട്, നേപ്പാളികളും പാകിസ്ഥാനികളൊക്കെ
ഒരു 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 നസീർക്ക ദുബായിന്ന് സൗദിയിൽ നിന്ന് ഒരു നസീർക്ക എന്നെ വിളിച്ചു പറയാണ്, ഹക്കീമെ നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുച്ഛാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്, നിങ്ങളൊക്കെ ഫക്കീരിങ്ങളുടെ നാട്ടുകാർ, മിസ്കീനികളുടെയും ഫക്കീറുകളുടെയും നാട്ടിൽ നിന്ന് വന്നാണ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വരെ ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ചാരിറ്റി വീഡിയോ ചെയ്യണ്ട എന്നല്ല പറയുന്നത്, ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനാണ്. ഞാൻ ഇനിയും ഫിറോസെ, അന്ന് നീ മുഹമ്മദ് അദ്നാൻ എന്ന് പറഞ്ഞ കുട്ടി മരിച്ചപ്പോൾ 68 ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി, അങ്ങനെ തന്നെ പറയട്ടെ, അന്ന് മുഹമ്മദ് അദ്നാൻ എന്ന കുട്ടി മരിക്കുന്ന സമയത്ത് ലൈവില് അന്ന് ആ കുട്ടി മരിക്കുന്ന സമയത്ത്, അതായത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടി മരിക്കുന്ന സമയത്ത് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ഇനി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കുട്ടികളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിറോസെ നീ വയറ് കാണിച്ചിട്ട് ലൈവ് ഇടണ്ട, നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി മിഷനും അതുകൂടാതെ ഈ പറഞ്ഞ മിലാപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻസും അതുകൂടാതെ ഒരുപാട് ക്രൗഡ് ഫണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിറോസെ, ഇനി നീ വന്ന് ലൈവ് ഇട്ട് 1 കോടിയോ 2 കോടിയോ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എനിക്കൊക്കെ വളരെ സന്തോഷമാണ്. പക്ഷേ നീ ഈ പൈസ അടിച്ചു മാറ്റുന്നുണ്ടല്ലോ, അതായത് നീ ഈ പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. വളരെ ചടുലതയോടുകൂടിയാണ് നിന്റെ ഓരോ ആക്ടിങ്ങും. നീ ഇന്നലെ വന്ന് ലൈവില് വളരെ കാമായിട്ട് ഇരുന്നു കൊണ്ട് പറഞ്ഞ നുണകൾ പോലെയാണ് നീ പണം അടിച്ചു കൊണ്ടുപോകുന്നത്. നീ പറയുന്നുണ്ടല്ലോ പോലീസ് നിനക്ക് ക്ലീൻ ചീട്ട് തന്നു. ഏത് പോലീസാണ് നിനക്ക് ക്ലീൻ ചീട്ട് തന്നത്? അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മളൊരു കേസോ ഒരു പെറ്റീഷൻ ഫയലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ പിടിക്കും അതിൻ്റെയൊക്കെ വെർഡിക്റ്റ് വരാൻ വേണ്ടി. അതിനൊക്കെ സമയം പിടിക്കും. സാധാരണക്കാരായിട്ടുള്ള, നിയമങ്ങൾ അറിയാത്ത സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളെ നിനക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കയ്യും കെട്ടി ഇങ്ങനെ വന്ന് നിന്നിട്ട് നിനക്ക് പല നുണകളും പറഞ്ഞ് പറ്റിക്കാം. ഇപ്പം നിനക്ക് പുതിയതായിട്ട് നിന്റെ ഫേസ്ബുക്കിലേക്ക് വന്നിട്ടുള്ള പാവങ്ങളെയാണ് നിനക്ക് പറ്റിക്കേണ്ടത്. പിന്നെ സഞ്ജയുടെ വിഷയത്തിൽ നീ പറഞ്ഞു ഇതൊരു നാടകം കളിയായിരുന്നു എന്ന്. ഒബ്വിയസ്ലി തീർച്ചയായിട്ടും സഞ്ജയും സലീലും അതേപോലെ ഹൈദറും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഹൈദറിനെ ഒരു രാത്രി, ഒരു ഹാഫ് നൈറ്റിലെ പരിചയമുള്ളൂ. ബാക്കി ഫോണിലൂടെ സംസാരിക്കുന്നല്ലാതെ എനിക്ക് ഹൈദറുമായിട്ട് യാതൊന്നും അറിയാം. ഹൈദറിന്റെ തൊഴിൽ എന്താണെന്നറിയില്ല, ഹൈദറിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയില്ല, ഹൈദറിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഹൈദർ ഇങ്ങനെ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ കുറിക്കും, ഫിറോസ് കുറിക്കണ പോലെ, അതന്നെ എനിക്കറിയുള്ളൂ. സലീലിനെ എനിക്ക് 1-2 ആഴ്ചത്തെ പരിചയമുണ്ട്. സലീലിന്റെ വീട് ഞാൻ കണ്ടിട്ടില്ല. സലീൽ എന്റെ വീട് കണ്ടിട്ടുണ്ട്, എന്റെ സ്ഥാപനം കണ്ടിട്ടുണ്ട്. സലീലും ഞാനും തമ്മിൽ ആ ഒരു പരിചയമുണ്ട്. എന്റെ കൂടെ നടക്കുമ്പോൾ സലീൽ മദ്യപിച്ചിട്ടില്ല. പക്ഷെ സലീൽ മദ്യപിച്ചതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നു. അത് സഞ്ജയ് ആണ് പുറത്തു വിട്ടത് എന്നുള്ളത് സലീലിനും ഹൈദറിനും നല്ല സംശയമുണ്ട്. അതിന്റെ പേരിൽ അവർ തമ്മിൽ എന്തോ പോട്ടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതും ഈ 2 ചെവികൾ കൊണ്ട് കേട്ടതും അത് ആര് വന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ അതിനെ എതിർത്തു പറയില്ല, ഞാൻ അത് വിശ്വസിക്കും. ഈ 2 കണ്ണുകൊണ്ടും ഈ 2 ചെവി കൊണ്ടും കേട്ടത് ഞാൻ വിശ്വസിക്കും. അത് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സഞ്ജയുടെ വിഷയം ഫിറോസ് കുന്നംപറമ്പിൽ ഇന്നലെ പറഞ്ഞല്ലോ 15 പവന്റെ സ്വർണം ഉണ്ടായിരുന്നു, അത് അഴിച്ചു വെക്കാൻ പറഞ്ഞു എന്ന്. ഞാനാണ് പറഞ്ഞത് സ്വർണത്തിന്റെ വളയും സ്വർണത്തിന്റെ മാലയും അതേപോലെ സ്വർണത്തിന്റെ പാദസരമൊക്കെ അഴിച്ചു വെക്ക്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങള് ഇത് തെറ്റിദ്ധരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാം, അത് റോൾഡ് ഗോൾഡ് ആയിരുന്നു. അത് വേണമെങ്കിൽ ഇന്നും ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം നിങ്ങളുടെ അടുത്ത്. ഇന്നും സഞ്ജയുടെ ഭാര്യയുടെ അടുത്ത് ഊരിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. നിങ്ങൾ കൊണ്ട് വിറ്റോളി, നിങ്ങൾക്ക് കാശ് കിട്ടുമല്ലോ. 15 പവന്റെ സ്വർണ്ണല്ലേ, നിങ്ങൾ ആകെ 5 കല്യാണമല്ലേ നടത്തിയിട്ടുള്ളൂ. ഈ 15 പവനും കൊണ്ട് ഒരു 3 കല്യാണം കൂടി, അപ്പൊ 8 കല്യാണവും. കാരണം നിങ്ങള് പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള വെട്ടുകിളികളാണ്. ആ മാല കാണുമ്പോൾ നിങ്ങൾ എന്തായാലും പറയും, 20 പവന്റെ മാലയല്ലേ ഇട്ടേക്കണത്, ഇവൾക്ക് എന്തിനാണ് ഇനി പ്രോട്ടീൻ പൗഡറിന് പൈസ, അത് വിറ്റിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. 15 പവന്റെ സ്വർണമുള്ള ആളുടെ വീട്ടില് ഒരു ബെഡില്ല കിടക്കാൻ, നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യാനുള്ള പാത്രങ്ങളില്ല ആ വീട്ടില്. ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ രാഷ്ട്രീയത്തില് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ചില ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എന്തു നടക്കും? എന്റെ നാട്ടില് നീ പാടത്ത് വീട് വെച്ചിട്ടുണ്ട് ഫിറോസെ, പാടത്തിന്റെ നടുക്കാണ് നീ വീട് വെച്ചിരിക്കുന്നത്. നിനക്ക് കറണ്ട് കിട്ടിയിട്ടുണ്ട്, നീ അതിന് ടാക്സ് അടയ്ക്കുന്നുണ്ടാവും, നിനക്ക് വീട്ട് നമ്പർ കിട്ടിയിട്ടുണ്ടാവും, ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം നിന്റെ അടുത്ത് കാശുണ്ട്. അതേ എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ ചെറിയ പ്ലോട്ടുകൾ മേടിച്ച് വീട് വെച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട്.
എൻ്റെ വീടിനടുത്ത് കരഭൂമിയിൽ ഞാൻ 2000 സ്ക്വയർ ഫീറ്റിലൊരു വീട് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് 1 വർഷമായി. എന്നെ ഇന്നും പഞ്ചായത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് എൻ്റെ മാനേജറെ. അതിന് നമ്പർ തന്നിട്ടില്ല. അത് ഇത്ര 1 ഇഞ്ച് ഇങ്ങോട്ട് മാറി 1 ഇഞ്ച് അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട്. കാരണം രാഷ്ട്രീയത്തിനുള്ളവനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവന് ഇവിടെ എന്തുമാവാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നീ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, നീ BJPയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, നീ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, നീ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും, ചിലപ്പോൾ ഇവർക്കൊക്കെ എതിര് സംസാരിക്കും. എതിര് സംസാരിച്ചിട്ട് ആ ലൈവ് നീ മുക്കും. ഇതൊക്കെ നിന്റെ നാടകം കളിയാണ്. ശുദ്ധമായ ജനങ്ങളെ വിഡ്ഢിയാക്കലാണ് നിന്റെ മെയിൻ ഹോബി. അതുകൂടാതെ നിനക്ക് കുറെ സെന്റിമെന്റ്സ് ഉള്ള സീനറികൾ കിട്ടണം വീഡിയോ പിടിക്കാൻ. അത് നിന്റെ വരുമാനമാണ്. ആ വരുമാനത്തിനെ, സെന്റിമെന്റ്സ് ഉള്ള വീഡിയോ പിടിച്ച് ആ ഒരു വരുമാനത്തിനെ നീ കറക്റ്റായിട്ട് ആ പൈസയെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത്. നീ തവനൂര് ജയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല. നീ തവനൂര് ജയിച്ചിരുന്നെങ്കിൽ ആദ്യം എൻ്റെ വീട് നീ പൊളിപ്പിച്ചേനെ. എന്നിട്ടും നിന്റെ വീട് പൊളിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെതിരെ ലൈവ് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ വീട് പൊളിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരുടെ വീട് ഇവിടെ പൊളിക്കേണ്ടി വരും. പക്ഷെ എന്നാലും നീ ഹറാമിനുണ്ടാക്കിയ ആ വീട് പൊളിഞ്ഞു വീഴണമെന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ആ വീട്ടിലൊന്നും നീ കിടക്കാൻ പാടില്ല. പിന്നെ ഫിറോസ് കുന്നംപറമ്പിലെ നിന്റെ ചാരിറ്റി പ്രവർത്തനമല്ല എൻ്റെ ചാരിറ്റി പ്രവർത്തനം. നീ പാച്ചറ നവാസിന്റെ മകളുടെ കാലിങ്ങനെ ബെൻഡായത് ഗവൺമെന്റ് സംവിധാനത്തിലൂടെ ചികിത്സ കിട്ടുന്നത് നീ നിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്ത് അവനെ സഹായിക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ? കാരണം ഹക്കീമിനെതിരെ നിരന്തരം തന്തക്ക് വിളിക്കുന്നവനാണ് അവൻ. അപ്പൊ അവനെ നിനക്ക് സഹായിച്ചേ പറ്റൂ. നിന്റെ പല ചേഷ്ടകളും, നിന്റെ പല രാത്രി ഉറക്കങ്ങളൊക്കെ അവനറിയാം, എവിടെയാണ് എന്താണെന്നൊക്കെ. അതുകൊണ്ട് ഫിറോസെ നിനക്ക് അവനെ സഹായിച്ചേ പറ്റുള്ളൂ. അതേപോലെ ഒരു നഫീസാത്തയുണ്ട്. നഫീസാത്താക്ക് വീട് വേണം. കുവൈത്തിലോ എവിടെയോ സൗദിയിലോ 10 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന നഫീസാത്ത നിങ്ങൾക്കൊക്കെ അറിയാം. ഹക്കീമിനെ സ്ഥിരമായി വന്ന് അസഭ്യം പറയുന്ന നഫീസാത്തയാണ്. ആ നഫീസാത്താനെ നിനക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അവരുടെ വീഡിയോ അവർക്ക് വീടിന് വേണ്ടിയുള്ള ലൈവ് നിനക്ക് ചെയ്യണം, ഫേസ്ബുക്കിലിടണം, പിരിവിടണം. അപ്പൊ അങ്ങനെയുള്ള ചാരിറ്റിയാണ് നിന്റേത്. അതേപോലെ ചെന്നൈയിലുള്ള സജിത്ത് എന്നല്ല അവന്റെ പേര്, സജിത്തോ ചെന്നൈയിലുള്ള, അതായത് തല മുട്ടയടിച്ചിട്ട് ഒരു ബെഡിൽ കിടന്നിട്ട് സെൽഫി ഇട്ടിട്ട് ഞാൻ ICUയിലാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ വീഡിയോ നീ ഷെയർ ചെയ്തു. സാജൻ കേച്ചേരി ഷെയർ ചെയ്ത് ഓർമ്മയുണ്ടോ? നിന്റെയൊക്കെ ചാരിറ്റി പ്രവർത്തനം അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി മുതൽ ഇന്നലെ അതുപോലെ ഫിറോസ് കുന്നംപറമ്പിൽ വന്ന് പറഞ്ഞ അടുത്ത കാര്യമാണ് എൻ്റെ നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, എൻ്റെ നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ എപ്പോഴും കിട്ടും. പക്ഷെ ഒരേ സമയം 5-6 പേര് വിളിക്കുമ്പോൾ കിട്ടില്ല. എൻ്റെ ഫോണിൽ IVR സിസ്റ്റം ഇല്ല. IVR സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 പേര് ഒരുമിച്ച് വിളിച്ചാലും ഒരു ഫോൺ കണക്ട് ആയില്ലെങ്കിൽ വേറെ ഫോൺ കണക്ട് ചെയ്യും. അങ്ങനെ ഒരു കോൾ സെന്റർ സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെ പോലെ 100 കണക്കിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് സന്നദ്ധരാണ്. ഏകദേശം 10-11 പേരുടെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. അതേപോലെ ഫിറോസ് കുന്നംപറമ്പിൽ ഒരു താത്താടെ വീഡിയോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് പറയുന്നത് കേട്ടു. എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിരുന്ന ആളാണ് ഒരു താത്ത. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട്. ഫിറോസെ, ഞാൻ ഇന്ന് ചലഞ്ച് ചെയ്യണു. എത്ര കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടോ, എത്ര ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടോ, ഇതൊരു ചാരിറ്റി കോമ്പറ്റീഷൻ അല്ല കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. കേരള സമൂഹത്തിനോടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് വിളിക്കാം. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ 100% ഇൻഷാ അല്ലാ ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിരിക്കും. ഫിറോസെ, ഇത് ഫിറോസ് കുന്നംപറമ്പിലിനോടുള്ള ഒരു ചലഞ്ച് ഒന്നുകൊണ്ടുമല്ല. കാരണം ഫിറോസ് പറഞ്ഞു, നന്മയെ തകർക്കാൻ വേണ്ടി ഹക്കീം പഴയനെ ഒരു കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ നന്മയുടെ പേരിലുള്ള ഈ ഒരു തിന്നൽ നിർത്തിക്കൂടെ ഫിറോസ് ഇനിയെങ്കിലും? നീ പറയുന്നുണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരാൾ ട്രാക്കായിട്ട് വരികയാണെങ്കിൽ ഞാൻ അപ്പം അതിൻ്റെ അർത്ഥം നീ കക്കണുണ്ട് എന്നല്ലേ? എൻ്റെ പിന്നാലെ ഇങ്ങനെ ട്രാക്കായി വരുമ്പോൾ ഞാൻ ശരിയായി നടന്നോളുമല്ലോ എന്ന് നീ പറയണമെങ്കിൽ നിന്റെ ഇന്നർ മൈൻഡിൽ 100% നീ കക്കണുണ്ട് എന്നല്ലേ? നീ കക്കുന്നത് മറച്ചു വെക്കാൻ വേണ്ടി പാച്ചർ നവാസിനെ നീ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് വിട്ടു.
എന്നിട്ട് കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് വിട്ടിട്ട് കൃഷ്ണൻകുട്ടിയുടെ അക്കൗണ്ടിൽ ഗൂഗിൾ പേയിൽ 35 ലക്ഷം രൂപ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര വലിയ കാര്യമാണ് 35 ലക്ഷം രൂപ വന്നു എന്ന് പറയുന്നത്. കാരണം എന്നെ വിശ്വസിച്ചിട്ട് 35 ലക്ഷം രൂപ എന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ, എന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് അയച്ചു തന്നിരിക്കുന്നത്. വലിയ കാര്യമല്ലേ? അപ്പൊ ആ 35 ലക്ഷം രൂപ എന്തുകൊണ്ട് മേടിച്ചു കൊടുക്കുന്നില്ല? അപ്പോ അന്ന് ഫിറോസെ, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതായത് നീ അന്ന് ഒറ്റയ്ക്കായിരുന്നു ഞാൻ അന്ന് നിനക്കെതിരെ പോരാടിയിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ പതറിയിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എല്ലായിടത്തും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ നാട്ടിൽ പോലും, എൻ്റെ അയൽ നാട്ടിൽ പോലും, എൻ്റെ കുടുംബത്തിൽ പോലും എന്നോട് ആൾക്കാർ പറയായിരുന്നു, എന്തിനാണ് ഫിറോസ് കുന്നംപറമ്പിലിനെതിരെ സംസാരിക്കണമെന്ന്. ഇന്ന് അങ്ങനെയല്ല. 100 അല്ല, 1000 അല്ല, 10,000 അല്ല, ലക്ഷങ്ങൾ എൻ്റെ പിന്നിലുണ്ടെന്ന്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഇന്ന് ലക്ഷങ്ങളുണ്ട് എൻ്റെ പിന്നില്. അപ്പോ ഞാൻ പറയുന്നു, ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാൻ തയ്യാറാണ്. ഫ്രീ ചികിത്സ ചെയ്ത് കാണിച്ചു തരാൻ തയ്യാറാണ്. ഗവൺമെന്റ് സംവിധാനങ്ങളും അതുകൂടാതെ തന്നെ പല ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ചികിത്സ ചെയ്തു തരാൻ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോടാണ് എനിക്കിനി പറയാനുള്ളത്. പിണറായി വിജയൻ സർക്കാർ ഭരിച്ച രണ്ടാമത്തെ ടേണാണിത്. ഭരിക്കുന്ന രണ്ടാമത്തെ ടേണാണ്. ഈ ഗവൺമെന്റിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ലീഡറാണ് ഫിറോസ് കുന്നംപറമ്പിൽ. അതുകൊണ്ട് DYFI പോലെയുള്ള സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ എന്നെ വിളിക്കൂ. അതേപോലെ എന്തിനെന്നെ വിളിക്കണു? നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും വലിയൊരു സംഘടനയില്ലേ? ലക്ഷക്കണക്കിന് വോട്ടുകൾക്കല്ലേ നമ്മൾ വിജയിച്ചത്. സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1 രൂപ എടുത്താൽ പോരെ? 1 കോടി ആൾക്കാർ 1 രൂപ എടുത്തു കഴിഞ്ഞാൽ 1 കോടി രൂപ കളക്ട് ആവില്ലേ? ഞാൻ പറയുന്നു, ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്ന കേട്ടു, MLA മൊഹസിൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന്. എനിക്ക് എന്റെ മൊഹസിൻ സാറോട് കൈകൂപ്പി പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചാരിറ്റി കള്ളന്മാരെയൊക്കെ താങ്കൾ വീഡിയോ ചെയ്യാൻ വിളിക്കരുത്. എന്നിട്ട് ഇവന്റെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി കളക്ട് ചെയ്ത് 10-15 ലക്ഷം രൂപ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഓൾറെഡി അക്കൗണ്ടിലേക്ക് വന്നു. പിന്നെ ഇവനൊരു വീഡിയോ കൂടി ചെയ്തു കഴിഞ്ഞാൽ, കുറച്ച് പൈസയും കൂടി വന്നു കഴിഞ്ഞാൽ പറയാലോ 28 ലക്ഷം രൂപ വന്നു. ഫിറോസ് കുന്നംപറമ്പിലിന്റെ എന്താ പറയാ നടത്തം, ഫിറോസ് കുന്നംപറമ്പിലിന്റെ വിശ്വാസം അത് എവിടെയും പോയിട്ടില്ല. ഫിറോസ് കുന്നംപറമ്പിൽ എന്നും വിട്ടാലും 28 ലക്ഷവും 30 ലക്ഷമൊക്കെ വരും, 50 ലക്ഷം വരും. ഫിറോസെ 1, 2, 3 കോടി വരട്ടെ. എന്റെ അഭിപ്രായത്തിൽ നീ ഒരു വീഡിയോ ചെയ്താൽ 100 കോടി രൂപ വരണം. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? ഈ കേരളം തന്നെ വെക്കൂലേ? നമ്മൾ അന്നും ഇന്നും ചാരിറ്റിക്കെതിരല്ല. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാദർ ഡേവിസ് ചിറമേൽ അച്ഛനുമായി ഞാൻ സംസാരിക്കാറുണ്ട്, ഞാൻ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തം കിഡ്നി കൊടുത്തിട്ടുള്ള ഒരു വയോധികനാണ്. അപ്പോ ഇങ്ങനെ വെറുതെ ലൈവിൽ വന്നുകൊണ്ട് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഹക്കീമിനെ കള്ളനാക്കി അങ്ങോട്ട് തീർക്കണം. അപ്പോ ഇതിൽ വേറൊരു സംഭവം കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ഒരു ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്ക് പേജിൽ ഇട്ടാൽ മാത്രമേ നമ്മളൊക്കെ നന്മ നിറഞ്ഞ പ്രവർത്തകരാകൂ എന്നുള്ളത് ഇന്ന് കേരള സമൂഹത്തിന്റെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലൈവിലിടാം. നിങ്ങൾ കമന്റിൽ പറയൂ. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമുക്ക് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടേയിരിക്കാം. നാളെ മുതൽ നമുക്ക് ഫേസ്ബുക്കിൽ എല്ലാം ഇട്ടുകൊണ്ടിരിക്കാം. ഇന്നും ഞാൻ ഏകദേശം 10-12ഓളം സ്ഥലത്ത് റേഷൻ കാർഡ് ഇല്ലാത്ത ഹിന്ദിക്കാര്, അതേപോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവര്, ഇവർക്കൊക്കെ ഇന്ന് കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ കിറ്റ് കൊടുത്തിട്ടുണ്ട്, മിനിഞ്ഞാന്ന് കിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും, അതല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം 10, 40, 50 കിലോമീറ്റർ ദൂരെയാണെങ്കിൽ അവിടെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 1000, 1200 രൂപയുടെയും കിറ്റ് ഞാൻ ഇന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് കണ്ടു, CPM പ്രവർത്തകരാണെന്ന് തോന്നുന്നു, വഴിയിൽ നിർത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നു. ഞാൻ 100-150ഓളം കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു ഒരുപാട് സ്ഥലത്ത് വണ്ടികളെ നിർത്തി ഭക്ഷണം കൊടുക്കുന്നു. അവരൊന്നും ഒരു ഫോട്ടോ എടുക്കുകയോ ലൈവ് ഇടുകയോ വീഡിയോ ഇടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ സഖാക്കള് റോട്ടിൽ നിന്ന്, DYFIയുടെ പ്രവർത്തകര് ഇഷ്ടംപോലെ സഖാക്കള് നിന്നുകൊണ്ട് എടുക്കുന്നു. അവരുടെ ഒരു കൊടിയോ എംബ്ലമോ ഒന്നും അവിടെ വെച്ചിട്ടില്ല. അവർ ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെയ്യുന്നത് കണ്ടു വഴിയില്. അവരും ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല. ഫിറോസ്, നീ മാത്രമല്ല ഇവിടുത്തെ ചാരിറ്റി കോൺട്രാക്ടർ. ഇവിടെ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തകരുണ്ട്.
പക്ഷെ നീ ഈ ചാരിറ്റിയെ കളങ്കം കൊണ്ട് നിറച്ചു, കള്ളത്തരം കൊണ്ട് നിറച്ചു, പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് എന്നെ പോലെയുള്ള ആളെ നീ കള്ളനാക്കാൻ ശ്രമിക്കണ്ട. ഫിറോസ് കുന്നംപറമ്പിലിനോട് ഞാൻ പറയുന്നു, ഫിറോസ് കുന്നംപറമ്പിലും അവന്റെ അനുയായികളും, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവൻ ഇന്നലെ കോൺഗ്രസിന്റെ ഇതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്റെ കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ്സുകാരും മനുഷ്യന്മാരാണല്ലോ, കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നു, ഷാഫി പറമ്പൽ MLA ഞാൻ പറയുന്നു, സാർ നിങ്ങൾ എന്നെ വിളിക്കൂ. ഇയാൾ പറയുന്നുണ്ട്, ഈ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്നുണ്ട്, ഞാൻ കട്ടിട്ടുണ്ട്, ഞാൻ കള്ളനാണ് എന്ന് പറയുന്നുണ്ട്. അത് തെളിയിക്കാൻ പറയൂ, ഞാൻ എവിടെ വേണേലും വരാൻ തയ്യാറാണ്. പക്ഷെ ഫിറോസെ, നീ അടിച്ചു മാറ്റിയത് കറക്റ്റായിട്ട് നീ എന്നെ വിളിക്കും, ഞാനും വരാൻ തയ്യാറാണ്. നമുക്കൊരു പൊതുവേദിയിൽ ഇരിക്കാം. സഞ്ജയുടെ വിഷയം മാത്രമൊന്നും അല്ലല്ലോ ഫിറോസെ, വേറെ എത്രയൊക്കെ വിഷയങ്ങൾ കിടക്കുന്നു. നീ പറയുന്നു ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. സഞ്ജയുടെ വിഷയം മാത്രമൊന്നുമല്ല, വേറെ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങള് മുഴുവൻ, ഒരു കാര്യം പോലും അതിൽ സത്യമില്ല എന്നുള്ളതാണ്. ഇന്നലെ വന്ന് പറഞ്ഞ ലൈവിലെ മുഴുവൻ കാര്യങ്ങളും നുണ മാത്രമാണ്. നിങ്ങൾ കണ്ടതാണ്. ഒരു കുട്ടിയുടെ ചികിത്സാ സഹായവുമായിട്ട് അഭ്യർത്ഥന വരുമ്പോൾ ഹക്കീം പഴയന്നൂരിന് എങ്ങനെയാണ് അതിൽ വന്നിട്ട് പറയാൻ തോന്നുക? ഹക്കീം പഴയന്നൂർ എങ്ങനെയാണ് അതിൽ വന്നിട്ട് പറയാ, ആ കുട്ടിക്ക് പൈസ അയക്കല്ലേ, ആ കുട്ടി ഫ്രോഡാണെന്ന് എങ്ങനെയാ പറയാ? ഞാൻ എന്താണ് പറഞ്ഞത്? ആ വാപ്പാനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? വാപ്പ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാം, അഥവാ അത് നടന്നില്ലെങ്കിൽ എന്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ ചെയ്തു തരാമെന്നാ പറഞ്ഞത്. ഫിറോസ് കുന്നംപറമ്പിൽ ഏതെങ്കിലും ഒരു ലൈവിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്വന്തം പൈസ എടുത്ത് ചെയ്തു തരാമെന്ന്? നമുക്ക് ഫ്രീ ചികിത്സ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്ന 10-11 കോണ്ടാക്ട് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. ഓക്കെ, മലപ്പുറത്തുള്ള ഒരു വ്യക്തിയെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഏകദേശം 4 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് MA നാസർ എന്നാണ്. കാരുണ്യം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് അദ്ദേഹം. അവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പരമാവധി ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട് വെച്ചു കൊടുക്കുക, അതുപോലെ ചികിത്സ, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതില് ചില ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ചിലപ്പോൾ 1-2 ലക്ഷം രൂപയുടെ ആവശ്യം നമുക്ക് വരും. കാരണം ഈ രോഗിക്ക് ഇപ്പം ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് ജിപ്മർ JIPMER ജിപ്മർ ഹോസ്പിറ്റൽ, അതിന്റെ ഫുൾ ഫോം ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഒറ്റ സെക്കൻഡ് കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞുതരാം. വായിൽ വരുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് പ്രൊനൗൺസിയേഷൻ കണ്ട് എത്തുന്നില്ല. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് മെഡിക്കൽ റിസർച്ച്. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് മെഡിക്കൽ റിസർച്ച്. ആ ഹോസ്പിറ്റൽ പോണ്ടിച്ചേരിയിലെ ഗോരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ആ ഹോസ്പിറ്റലിൽ ഏകദേശം ഞാൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് രോഗികളെ. നമ്മൾ ആ രോഗികളുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് വിളിക്കാം. ആ രോഗികളെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള രോഗികളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പൊ ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 100 കണക്കിന് ആൾക്കാരുടെ ഫോൺ നമ്പർ ഞാൻ തരാൻ പറ്റും. അവരൊക്കെ ഈ സന്നദ്ധ സേവന പ്രവർത്തനം യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഈ ചാരിറ്റി കോൺട്രാക്ടറോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ വന്നിട്ട് ഈ ലൈവില് നുണ പറഞ്ഞ് വീണ്ടും നിനക്ക് നിന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. നീ ഈ ചാരിറ്റി പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ ചെയ്തു പോയില്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വേറെ പല കാര്യങ്ങളായിരിക്കും. ഫിറോസെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നീ എന്റെ കുടുംബത്തിലെ പല വ്യക്തികളുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്റെ ഭാര്യ വീട്ടുകാരുമായി നീ പല രീതിയിലും ബന്ധപ്പെടുന്നുണ്ട്. എന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കിനി അത് മാത്രമേ ബാക്കിയുള്ളൂ. നിന്റെ നന്മകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, സർവശക്തനായ അള്ളാഹു, നീ വന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര സൈലന്റ് ആയിട്ട്, സർവശക്തനായ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ടെന്ന്. എന്തായാലും അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണല്ലോ നീ തവനൂരിൽ തോറ്റത്. അള്ളാഹു കാണുന്നോണ്ടാണല്ലോ, അല്ലേ?
അപ്പോൾ ഈ കരുണാകാരുണ്യം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ചികിത്സ സൗജന്യമായി തന്നെ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ സൗജന്യ ചികിത്സ എന്നത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ലഭിക്കും. ഇനി MLA മൊഹസിൻ സാറിന് ഈ ചികിത്സ സൗജന്യമായിട്ട് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ MLA സാറിനും ഞങ്ങളുമായി ബന്ധപ്പെടാം. നമ്മുടെ MLA സാർക്ക് ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ എല്ലാവരും എല്ലാം തികഞ്ഞോരൊന്നും അല്ലല്ലോ. ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തത് കൊണ്ട് ഒരു വാർഡ് മെമ്പർക്കൊക്കെ ഒന്നും പലതും അറിയാത്ത വാർഡ് മെമ്പർമാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഇതേപോലെ ചെന്നപ്പോൾ അവിടെ ആ കുട്ടികൾക്ക് നോട്ട്ബുക്കില്ല, പെൻസിലില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ തന്നെ അവിടുത്തെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുകയുണ്ടായി. ഞാനല്ല, വേറൊരു സഹോദരന്റെ കാര്യം പറയുന്നത്. നിമിഷ നേരം കൊണ്ട് വാർഡ് മെമ്പർ അവിടെ കൊണ്ടുവന്ന് ഈ സാധനങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ സർക്കാർ സംവിധാനമാണ്, അത്രയും ഭംഗിയായി സർക്കാർ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും സർക്കാരിനെ കൊണ്ട് നടത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നന്മ നിറഞ്ഞ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ സ്വന്തം പോക്കറ്റ് കുറിപ്പിക്കുക, എന്നിട്ട് അതിനെതിരെ പറയുന്നവരെ ചവിട്ടിക്കൊല്ലണത് പറയുക, അടിച്ചു കൊല്ലണത് പറയുക. അപ്പോൾ സഞ്ജയ് വിഷയത്തിൽ ഏതൊക്കെ രീതിയിലുള്ള കേസുകളാണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഫേസ്ബുക്ക് ലൈവിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ കേസിന്റെ പ്രൈവസിയെ ബാധിക്കുന്നതുകൊണ്ട് എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനൊരു യാത്രയിലാണ്, ഞാൻ പകുതി വഴിയിലെത്തിയിട്ടുള്ളൂ. എനിക്കിനി തിരിച്ച് ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കലും ചാരിറ്റിക്കോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കോ എതിരല്ല. ഇന്ന് വരെ ഇപ്പോൾ ഫിറോസ് കുന്നംപറമ്പിൽ ഇന്നലെ വന്ന് പറയുന്നത് കേട്ടു, ഞാൻ ഇന്ന് വരെ രോഗികളുടെ 1 രൂപ പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. ഫിറോസ് കുന്നംപറമ്പിൽ ഇന്ന് നമുക്കൊന്ന് പട്ടിണി കിടക്കണമെങ്കിൽ 500 റുപ്യ വേണം ഒരു ദിവസം. വെറുതെ പട്ടിണി കിടക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണ്ടേ, രാവിലെ കോൾഗേറ്റും ബ്രഷും ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യണ്ടേ, കുളിക്കാൻ സോപ്പ് വേണ്ടേ, ഡ്രസ്സ് കഴുകണ്ടേ, ഭക്ഷണം കഴിക്കണ്ട, പട്ടിണി കിടന്നുകൊണ്ട് ജീവിക്കണമെങ്കിൽ 500 റുപ്യ വേണം. ഫിറോസ്, എൻ്റെ തൊഴിലെന്താ? എനിക്കെന്താ വരുമാനം? എൻ്റെ കൂടെ നടക്കുന്ന 40 പേർക്ക് എന്താ തൊഴില്? പിന്നെ നീ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇന്നലെ വന്ന് പറഞ്ഞൊരു നുണയാണല്ലോ അത്, അല്ലേ? നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ് ഞാനും ജീവിക്കുന്നത് എന്ന്. ഞങ്ങളെപ്പോലെ എങ്ങനെ നീ ജീവിക്കുന്നത്? നിനക്ക് തൊഴിലില്ലല്ലോ, തൊഴില് വേണ്ടേ? അതോ നിനക്ക് എന്തെങ്കിലും ശമ്പളം തരുന്നുണ്ടോ? അതോ നീ ഏതെങ്കിലും ചാരിറ്റിയുടെ എന്തെങ്കിലും രീതിയിൽ നിനക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രബുദ്ധ കേരളം തന്നെയാണ്, വിഡ്ഢികളൊന്നും അല്ല ഇവിടെ. അപ്പോ ഈ ചാരിറ്റി തല്ലായിട്ടല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മനുഷ്യന്റെ അവസ്ഥ കാണുമ്പോൾ, ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് കാണുമ്പോൾ, ഒരു കുട്ടിയുടെ ചികിത്സയുമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ എല്ലാവരും, ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ 100 കണക്കിന് ആൾക്കാർ ഓരോ ജില്ലയിലും 5ഉം 10ഉം വാട്സപ്പ് ഗ്രൂപ്പുകളാണുള്ളത്. ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ തന്നെയാണ്. പക്ഷെ ദയവ് ചെയ്ത് ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്. ഞാൻ പറയുന്നല്ലോ, നിങ്ങളിനി രാഷ്ട്രീയം കലർത്തുകയാണെങ്കിൽ ഞാൻ ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കും, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കും. നിങ്ങൾ എന്താ പറയുക, വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഫിറോസ് കുന്നംപറമ്പിലിനെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റിൽ ജോയിൻ ചെയ്യും, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാവും. എൻ്റെ നാട്ടിൽ വന്നാൽ അറിയാൻ പറ്റും, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടും ഞാൻ ഉടക്കാണ്, കോൺഗ്രസ് പാർട്ടിയായിട്ടും ഞാൻ ഉടക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒത്തുപോകാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, പഴയന്നൂരിൽ ഒരു ഹർത്താൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കട മാത്രം തുറന്നിരിക്കുന്നുണ്ടാവും. അത് BJPയുടെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റിന്റെ ആണെങ്കിലും. കാരണം ഞാൻ ഹർത്താൽ അനുകൂലിയല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് ഡിസ്പ്യൂട്ടിലാണ്, ഞാൻ ഒരുപാട് തർക്കത്തിൽ ഇടപെടാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ സഖാക്കന്മാരോടാണ്, ഇന്ന് നമ്മുടെ കേരളം ഇത്രയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ താഴ്ത്തിക്കെട്ടാനുള്ള ഒരു ഏജന്റ് മാത്രമാണ് ഈ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയണമെന്ന് വിചാരിച്ചതാണ്. ഇത് വേണ്ട എന്ന് വിചാരിച്ചു പോകുമ്പോഴാണ് ഇപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അതിന്റെ അജണ്ട. അല്ലെങ്കിൽ നാളെ മുതൽ ഏതെങ്കിലും ഒരു കേസ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വെട്ടുകിളികളും ഫിറോസ് കുന്നംപറമ്പിലും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നാളെ മുതൽ ഹക്കീമിന്റെ ഈ ഫോണുകളിലേക്ക് കോളുകൾ തുരുതുരം തന്നെ പോട്ടെ എന്നാവും.
ഇപ്പോൾ മിനിഞ്ഞാന്നൊരു കോൾ വന്നു, മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ്സും ഡീറ്റെയിൽസും തരും, ഒരു വെരിഫിക്കേഷൻ ടീം പോട്ടെ, കുട്ടിക്ക് പഠിക്കാൻ ഫോണില്ല എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അങ്ങനെ വെരിഫിക്കേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ എവിടുന്നേലും മേടിച്ചോളാം. അപ്പോൾ പിന്നെ എന്താ, ഫോൺ ആർക്കാ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്കും ഒരു ഫോൺ വേണം, എനിക്കും ഒരു ഫോൺ അയച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്കാണല്ലേ സംഗങ്ങൾ കൊടുക്കുക. അപ്പോൾ നാളെ മുതൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വെരിഫൈ ചെയ്യും. നിങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സഹായം എത്തുകയുള്ളൂ. അപ്പോൾ ഇതൊരു എന്താ പറയുക, സഹായ ഹബ്ബാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത്. പക്ഷെ 100 കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് എത്ര കേസുകൾ വന്നാലും അത് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കണം. കാരണം ഇതൊരു എന്താ പറയുക, ലീഗ് വേഴ്സസ് എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതായത് ലീഗ് വേഴ്സസ് ഭരണപക്ഷം. അതായത് ഭരണപക്ഷത്തിനെ താഴ്ത്തിക്കെട്ടണം. എനിക്കത് വ്യക്തമായി മനസ്സിലായി എന്നുള്ളതാണ്. ഞാൻ സത്യം പറയല്ലോ, എനിക്കത് വ്യക്തമായി മനസ്സിലായി. അതായത് നമ്മളുടെ ദാരിദ്ര്യത്തെ ഇങ്ങനെ എടുത്തു കാണിക്കുക, വെറുതെ എടുത്തു കാണിക്കുക. ഇവിടെ വീടില്ല, ഇവിടെ സ്ഥലമില്ല, അവിടെ എല്ലാത്തിനും 100% പ്രോഗ്രാം ഉണ്ട്. നോക്കിയേ, ചോറ് വെച്ച് കറി സാമ്പാർ ഒഴിച്ച് നമ്മളിങ്ങനെ കുഴച്ച് വായിൽ വെച്ച് ചവച്ചാലേ ഇറങ്ങിപ്പോവുള്ളൂ. വായിലേക്ക് എടുത്ത് വെച്ചിട്ട് അത് ചവച്ച് തിന്നാനുള്ള കഴിവ് പോലും നമുക്കില്ലാന്നുണ്ടെങ്കിൽ കാര്യം നടക്കൂ. അപ്പൊ ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഗെയിമാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു അജണ്ട, ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു ഏജന്റ് മാത്രമാണ് ഈ ഫിറോസ് കുന്നംപറമ്പിൽ. അവനിങ്ങനെ വന്നിട്ട് വെറുതെ അപ്പൊ അതിന് കുറച്ച് അടിച്ചു മാറ്റുകയും ചെയ്യുക, ഈ പാവങ്ങളുടെ അവസ്ഥ കാണിക്കുകയും ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിറോസെ, ഇത്രയും പാവങ്ങൾക്ക് നീ അത്താണിയാണെന്നുണ്ടെങ്കിൽ നീ ആലത്തൂർ തന്നെ എത്രയോ ആൾക്കാരുണ്ട്. നിന്റെ ഭാര്യ വീട്ടിന്റെ അവിടെ നിന്ന് ഒരു 10 വീട് ഇപ്പുറത്താണ് അഭിരൂപിന്റെ വീട്. നിന്റെ വീട്ടിലേക്ക് 4-5 പ്രാവശ്യം അഭിരൂപിന്റെ അച്ഛനും അഭിരൂപിന്റെ അച്ഛനും വന്നിട്ടുണ്ട് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നീ എന്തുകൊണ്ട് അത് ചെയ്തു കൊടുത്തില്ല? എന്തുകൊണ്ട് ചെയ്തു കൊടുത്തില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവര്. നീ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ പാർട്ടി നോക്കിയിട്ടല്ല ചെയ്തത്, മൊഹസിൻ MLA കൂടി ചേർന്നിട്ടുള്ളതാണ് പട്ടാമ്പിയിൽ ചെയ്തത്. എന്നാ നീ അവിടെ എന്താ ചെയ്യാതിരുന്നത്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിന്റെ ഭാര്യ വീടിന്റെ അടുത്താണല്ലോ, നീ എന്തുകൊണ്ട് ചെയ്തില്ല? 4 പ്രാവശ്യം നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വീഡിയോ ഇരിക്കുന്നുണ്ട്, ഞാൻ പോയതിന്റെയും വന്നതിന്റെയും ഒക്കെ വീഡിയോ എടുക്കാറുണ്ട്. എൻ്റെ കാറിലടക്കം 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. എന്താ വെച്ചാൽ ക്യാമറ വെക്കണം, പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. സ്ഥിരമായി ഇങ്ങനെ ലൈവിൽ വന്ന് ഇതൊക്കെ പറഞ്ഞാൽ മാത്രമാണ് നമുക്കറിയാൻ പറ്റുക. ഇനിയും എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ടാവും. 1 സെക്കൻഡ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ പണത്തിന്റെ പേരിൽ പ്രശ്നം നടന്നതൊക്കെ അതൊരു ചോദ്യമാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, ആ പണത്തിന്റെ പേരിൽ പ്രശ്നം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് ഫ്രീ ചികിത്സ എങ്ങനെ ആവും എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിറോസെ, നീ പണം പിരിച്ച് ഒരു കുട്ടിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിയുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രീ ചികിത്സയാണല്ലോ. അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ ചെലവായിട്ടില്ലല്ലോ, നമ്മളല്ലേ പണം പിരിച്ചു കൊടുത്തത്. അതുപോലെ ജിപ്മർ ഹോസ്പിറ്റലിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ അവിടെ ഫ്രീ ചികിത്സയാണ്. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രീ ചികിത്സയാണ്. പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രീ ചികിത്സയല്ലല്ലോ. ജിപ്മർ പോലെ 196 ഏക്കറിൽ കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ ക്യാമ്പസിൽ ആയിരക്കണക്കിന് ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ബജറ്റിന്റെ ഒരു വലിയ എമൗണ്ട്, കോടിക്കണക്കിന് രൂപ ഗവൺമെന്റ് ആ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഫ്രീ അല്ല. അപ്പൊ അത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ അല്ല, ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണ്. ഈ അലങ്കൃതമോളുടെ ചികിത്സ ഫ്രീ ആയിട്ടല്ല ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അതെങ്ങനെ ഫ്രീ അല്ലാതിരിക്കും? സോഷ്യൽ സെക്യൂരിറ്റി മിഷനും മിലാപ്പും കൂടി കിട്ടിയ പൈസ കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തിയത്. ബാക്കി കൂട്ടായ്മയിലും ട്രസ്റ്റിലും വന്ന പണമാണ് അവിടെ ബാക്കിയുള്ളത്. ആ പണത്തിന്റെ കണക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്. ഈ കണക്ക് ചോദിക്കുന്ന ആളെയാണ് കള്ളൻ എന്ന് പറയുന്നത്. അതായത് കണക്ക് കാണിക്കാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റും എടുത്ത് ഇവരുടെ പിന്നാലെ കൂടിയ ആള് കള്ളനും, കണക്ക് കാണിക്കാതെ സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാതെ മുങ്ങി നടക്കുന്നവരും നല്ലവരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം എന്ന് പറഞ്ഞത് കുട്ടിക്ക് സൗജന്യ ചികിത്സ ഉണ്ട്. അപ്പൊ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്, ഈ പട്ടാമ്പിയിലുള്ള ഈ കുട്ടിയെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടുത്തെ MLA മുഹ്സിൻ അടക്കമുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ടവർ എന്നെ സമീപിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇടപെട്ടത്. മുഹ്സിൻ സാർ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ വ്യക്തി ഉണ്ടല്ലോ, ഇവൻ ആളാരാ മുതലെന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്.
അതായത് ഇവൻ ഇതേപോലെ നമ്മുടെ തവനൂരിലെ നമ്മുടെ വിജയിച്ച MLA-നെയും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവൻ. അതായത് പല ആവശ്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടും പല രാഷ്ട്രീയ നേതാക്കന്മാരെയും. ഞാൻ തവനൂരിലെ വിഷയം വെറുതെ ഒരു ഊഹാപോഹം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ ബന്ധപ്പെടും, MLA-മാരെ അതുപോലെ MP-മാരെയൊക്കെ ബന്ധപ്പെട്ടിട്ട് അവര് ത്രൂ ആയിരിക്കും ഒരു ഫണ്ട് കൊടുക്കുക. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഇവനൊരു പുലിവാലിലോ പ്രശ്നത്തിലോ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ ഈ MLA-മാരെയും MP-മാരെയും ജനപ്രതിനിധികളെയും പോലീസ് ഓഫീസേഴ്സിനെയും ഒക്കെ ലോക്കാക്കുന്ന ഒരു പരിപാടി ഈ കള്ളനുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. MLA-യും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇടപെട്ട ഒരു കമ്മിറ്റിക്ക് അവർക്കറിയില്ലേ സൗജന്യമായിട്ട് ചികിത്സ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും ചെയ്യിക്കാനൊക്കെ. അപ്പൊ അതില്ലാത്തത് കൊണ്ടാണല്ലോ അവര് നമ്മളെ സമീപിച്ചതും നമ്മൾ ഇതൊക്കെ ചെയ്തതൊക്കെ. ഇദ്ദേഹം എന്തൊരു അഹങ്കാരം നോക്കി. അങ്ങനെയുള്ളത് അറിയാത്തത് കൊണ്ടല്ലേ നമ്മളെ സമീപിച്ചത്. അങ്ങനെ ഒരു അഹങ്കാരം കൊണ്ടല്ലേ എന്നെ സമീപിച്ചത്. ഞാനത് ചെയ്തു കൊടുക്കുന്നത്. ഇതിൽ നമ്മളിന്ന് വളരെ റെയറായിട്ടേ അദ്ദേഹം ഉപയോഗിക്കുള്ളൂ. അതായത് ഇത്രയും വലിയ അഹങ്കാരം. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് മറ്റുള്ള രോഗികൾക്ക് നമ്മളിത് കൊടുക്കാറുള്ളത്. അതായത് 25 ലക്ഷം വേണ്ട രോഗിക്ക് ഒരു പക്ഷെ 50 ലക്ഷം വന്നാൽ അവരോട് പറയും ഒരു 30 ലക്ഷം കഴിച്ചു ബാക്കി 20 ലക്ഷം മറ്റു രോഗികൾക്ക് കൊടുത്തൂടെ, അല്ലേ? അങ്ങനെ ആ 20 ലക്ഷം അവരുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തതാണ് എല്ലാരും. ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നെ കൃത്യമായി കൊണ്ടുപോകാൻ ഒരു ടീമുണ്ട് എന്ന് കാണുമ്പോ നമുക്ക് നല്ല രീതിക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ പുറകെ തന്നെ നിന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ന് വരെ ഒരാളുടെയും ചാരിറ്റിയിലൂടെ രോഗികളുടെ ഒരു രൂപ പോലും ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ടില്ല. ആ മുഖം ഒന്ന് നോക്കിയേ. ചാരിറ്റിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ലാന്ന്. എലിവിഷം കഴിച്ച് മരിച്ച ആ കുട്ടിയുടെ അക്കൗണ്ടിൽ വന്ന പൈസന്ന് 10-75 ലക്ഷം രൂപ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റിയ കള്ളനാണ്. ഡീസൽ അടിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എന്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കും. സുഹൃത്തുക്കള് സഹായിച്ചോളൂ കേട്ടോ, നന്നായിട്ട് സഹായിച്ചോളൂ. അപ്പൊ എന്തൊക്കെയാണേലും ശരി, ഞാനിവിടെ ലൈവ് കട്ട് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്ത് എന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് ഇവിടെ മാറിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ. ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും നമ്പറുകളുണ്ട്, ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും വിളിക്കും. എന്നെയും സഹായിക്കണം. ഞാനും ഒരു ഫക്കീറാണ്, ഞാനും ഒരു മിസ്കീനാണ്. അപ്പൊ എന്നെയും എന്തെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ സഹായിക്കണം. അതേപോലെ എന്താ പറയാ, എന്നെ സഹായിക്കണം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ഈ മനസ്സിലായല്ലോ. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ നമ്മളെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. ഇപ്പോ ഞാൻ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ. ഇപ്പോ മുഹസിൻ MLA-ക്ക് എന്നോട് ദേഷ്യമുണ്ടോന്ന് അറിയില്ല. ഇതിപ്പോ ചിലപ്പോൾ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് വേറെ രീതിയിലേക്ക് ആയിരിക്കും അവിടേക്ക് എത്തുക. എനിക്ക് മുഹസിൻ MLA സാറോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. സാർ, ഫ്രീ ചികിത്സ നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയും. ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള ചാരിറ്റി കള്ളന്മാരൊന്നും ഇല്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. 14-15 കോടി രൂപയൊക്കെ മണിക്കൂർ കൊണ്ട് പിരിച്ചു കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അവൈലബിൾ ആണ്. അതുകൂടാതെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കമന്റ്, 2-3 കമന്റുകളൊക്കെ വായിക്കായിരുന്നു അല്ലേ? അതായത് ഇവിടെ ആൾക്കാര് എഴുതിയിട്ടുള്ള കുറേ കമന്റുകളുണ്ട്. നീ കള്ളനാണ്, കള്ളനാണ്, കള്ളനാണ്. അപ്പൊ ഈ കള്ളനാണ് എന്ന് എഴുതുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യതേ ഉള്ളൂ. ഈ കള്ളൻ എന്ന് നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അതിന്റെ അടിയിൽ തന്നെ ഞാനിതാ ഒരു കമന്റ് എഴുതുന്നു, ഇതാ വായിക്കണു. എന്താണ് ഞാൻ കട്ടത്? നിങ്ങളുടെ അഡ്രസ്സ് അതിൽ എഴുതൂ. ഈ കള്ളൻ എഴുതുന്ന ആൾക്കാരെ അഡ്രസ്സ് അതിൽ എഴുതൂ. ആ അഡ്രസ്സിലേക്ക് ഞാൻ വരാം, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരൂ. എന്നിട്ട് എന്താണ് കട്ടത് എന്ന് വ്യക്തമാക്കൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ MLA-മാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഒരു കാര്യം മാത്രമല്ല, 100 കണക്കിന് കാര്യങ്ങളുണ്ടാവും.
ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളല്ലേ. അപ്പൊ ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നതിനിടയിലായിരിക്കും ഇങ്ങനെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വന്നപ്പോൾ ഒരു കമ്മിറ്റി വന്നപ്പോൾ ചിലപ്പോൾ മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതിനെ മുതലെടുത്തിട്ടാണ് ഇപ്പൊ ഫിറോസ് കുന്നംപറമ്പിൽ രണ്ടാമതും ഈ ഒരു തട്ടിപ്പുമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ശരി, പൊതുസമൂഹം ഇങ്ങനെയുള്ള ചാരിറ്റി കള്ളന്മാരെ തേച്ചൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു കുട്ടിയുടെ വിഷയം ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പടച്ചവനോട് അകമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അഥവാ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.